ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസിഫ് അലി രേഖാചിത്രം, ആ സ്വന്തം ചിത്രമായ രേഖാചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മമ്മൂട്ടി എന്ന നടൻ കാതൽ എന്ന് പറയുന്ന സിനിമ, ഇതുപോലൊരു സൂപ്പർ സ്റ്റാർ കാതൽ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് സെലക്ട് ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. കാതൽ എന്ന് പറയുന്ന ചിത്രത്തിലെ സുവർഗാനുരാഗിയുടെ റോള് ചെയ്യാൻ ധൈര്യം കാണിച്ച സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ജീവിതത്തിലും അല്ലെങ്കിൽ സിനിമയിലും പുള്ളിയുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുവാൻ, അല്ലെങ്കിൽ പുള്ളിയുടെ അഭിനയ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുവാൻ സഹായിച്ച ഒരു നടനാണെന്നാണ് ആസിഫ് അലി പറയുന്നത് മമ്മൂട്ടിയെക്കുറിച്ച്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഇതുവരെ ഒരു സൂപ്പർ താരങ്ങളും ചെയ്യാത്തൊരു റോളാണ് നമ്മുടെ മമ്മൂട്ടി ജിയോ ബേബി ചിത്രമായ കാതലിലൂടെ മലയാളികൾക്ക് സമ്മാനിച്ചത്. കാരണം ആ സിനിമ ഒരു ഇതുവരെ എനിക്കറിയാവുന്നത് ഇത് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് അത് ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ അറിയപ്പെടുന്ന രീതിയിലാണ് അത് ചെയ്തത്. പക്ഷേ സിനിമയിലുടനീളം ഒരു സ്വർഗാനുരാഗിയുടെ റോൾ ചെയ്യാൻ മമ്മൂട്ടി കാണിച്ച ധൈര്യം അതിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത് ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യില്ല, ഇനിയും ചെയ്യില്ല. പൃഥ്വിരാജ് അന്ന് ചെയ്തത് പോലും ആ സമയത്ത് പൃഥ്വിരാജ് വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, അതൊരു ചെറിയ നടൻ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ഇടത്തരം നടൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത്, കമലഹാസൻ, ചിരഞ്ജീവി അങ്ങനെയുള്ള റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടന്മാരും ഇങ്ങനെയുള്ള ഒരു റോള് ചെയ്യില്ല. കാരണം അത് നെഗറ്റീവായിട്ട് അവരുടെ സ്റ്റാർഡത്തെ ബാധിക്കുമെന്നുള്ളൊരു പേടി അവർക്കുണ്ട്. എന്നാൽ മമ്മൂട്ടി അതിന് ധൈര്യം കാണിച്ചു. ജിയോ ബേബി കഥ പറഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ഒരു മാറ്റം, എല്ലാ വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളൊന്നും വന്നാൽ കൈവിടാത്തൊരു നടനാണ് മമ്മൂട്ടി. കൈവിട്ട കുറേ സിനിമകൾ നമുക്കറിയാം. ദൃശ്യം, രാജാവിൻ്റെ മകൻ, അതുപോലുള്ള സിനിമകൾ വേറെ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി അതൊക്കെ വിട്ട് കളഞ്ഞു. പക്ഷേ ഒരു വെറൈറ്റി റോൾ വന്നു കഴിഞ്ഞാൽ അത് വിട്ട് കളയുന്ന ഒരാളല്ല മമ്മൂട്ടി എന്ന് ആസിഫ് അലി പറയുകയാണ്. ഇതുപോലുള്ളൊരു റോൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു നടൻ, അല്ലെങ്കിൽ സ്റ്റാർഡം ഇത്രയും മുകളിൽ നിൽക്കുന്ന സമയത്തും ഇതുപോലുള്ളൊരു റോൾ ചെയ്യാനുള്ളൊരു പേടി മമ്മൂട്ടി കാണിച്ചിട്ടില്ല. അത് ആസിഫ് അലിയെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഇങ്ങനൊരു സിനിമ ജിയോ ബേബിയുടെ കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ആസിഫ് അലി കേട്ടതാണ്. ആ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞെട്ടലോടെയാണ് ആസിഫ് അലി ഈ വാർത്ത കേട്ടത് എന്നാണ് ആസിഫ് അലി പറയുന്നത്. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു സൂപ്പർ താരവും ചെയ്തിട്ടില്ലാത്ത ഒരു റോളാണ് ഈ ഒരു സ്വർഗാനുരാഗിയുടെ വേഷം. അതൊരു സ്ലോ പേസ് പടമാണ്, അതൊരു സ്ലോ ആയിട്ട് പോകുന്നൊരു ചിത്രമാണ്. അതൊരു വലിയൊരു മാസ് മസാല കൊമേഴ്ഷ്യൽ സിനിമയല്ല. എന്നിരുന്നിട്ട് കൂടി ആ സിനിമയ്ക്ക് 10-16 കോടി രൂപയോളം കളക്ട് ചെയ്യാനും സാധിച്ചു. ഓഫ് ബീറ്റ് സിനിമയ്ക്ക് 16 കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു. ഒരു സ്റ്റണ്ടോ ആക്ഷനോ ഒന്നുമില്ല, അതിനകത്ത് അഭിനയവും കഥയും മാത്രമാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. അങ്ങനെയുള്ളൊരു സിനിമ പോലും 10-14 കോടി രൂപ കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ ആ നടൻ്റെ പേര് മമ്മൂട്ടി എന്നായിരിക്കണം. ഈ ഒരു വേഷം ഇതിന് പകരം വേറൊരാളാണ് ചെയ്തിരുന്നതെങ്കിൽ അത് ഏത് രീതിയിൽ പോകും, അതെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും? നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, മമ്മൂട്ടി കരയുമ്പം കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പം മലയാളികൾക്കും അറിയാതെ കണ്ണീര് വരുമെന്ന്. അതുപോലുള്ളൊരു റോളാണ് മമ്മൂട്ടി കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തത്. നമുക്ക് അറിയാമെന്നുള്ള തിരുവനന്തപുരത്ത് പോലും തിയേറ്ററുകളിൽ 20 ദിവസം കഴിഞ്ഞിട്ട് പോലും ആളുകൾ കയറുന്നുണ്ട്. ആളുകൾ എന്ന് വെച്ചാൽ കുത്തിയിടിച്ച് കയറുന്ന കയറ്റമല്ല ഈ കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ഷോ നടത്തുവാനുള്ള ആളുകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ പകുതിയോളം ഫില്ലായാണ് ഓരോ, പ്രത്യേകിച്ച് വൈകുന്നേരമുള്ള ഷോകളെല്ലാം ഒക്യുപ്പൻസി 50% മുകളിലുള്ള ഒക്യുപ്പൻസി ഉണ്ടായിട്ടാണ് ഇതുപോലുള്ളൊരു ഓഫ് ബീറ്റ് ചിത്രം അവിടെ കളിച്ചത്. അപ്പം നമ്മളെല്ലാവരും പറയും സിനിമ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷന് വേണ്ടി ഇറക്കുന്ന നടന്മാരെ കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയാറുണ്ട്. പക്ഷേ വെറൈറ്റി സിനിമകൾ മലയാളികൾക്ക് കാഴ്ചവെക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ കാതൽ എന്ന് പറഞ്ഞ ചിത്രം സെലക്ട് ചെയ്ത മമ്മൂട്ടിക്ക് നമുക്ക് ഒരു സല്യൂട്ട് കൊടുക്കാം. അല്ലാതെ എപ്പോഴും ഒരു അടി, ഇടി, പിടി അങ്ങനെയുള്ള സിനിമകൾ മാത്രം ചെയ്യുന്ന നടന്മാരെക്കാളും അങ്ങനെയുള്ള സിനിമയും വേണം, ഇങ്ങനെയുള്ള സിനിമയും വേണം എന്ന് ചിന്തിക്കുന്ന മമ്മൂട്ടിക്കാകട്ടെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ നമുക്ക് സല്യൂട്ട് കൊടുക്കാനുള്ളത്. ഇതിന് താഴെയും കമൻറ്റ് ബോക്സിൽ വരും മമ്മൂട്ടി മാത്രമല്ല പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് ചെയ്തത് എങ്ങനെയാണ്, പൃഥ്വിരാജ് ഏറ്റവും അവസാനം ക്ലൈമാക്സിലാണ് അത് തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള ഒരാളാണെന്ന്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അറിയത്തക്ക രീതിയിൽ അപഹാസ്യനായി മാറുകയാണ് അവസാനം. അത് അങ്ങനെയുള്ളൊരു മുഴുനീള കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ഈ സിനിമയിൽ എത്തിയത്. ആ സിനിമയിൽ അഭിനയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു നടൻ പെർഫോം ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മൾ ചില ഫാൻസുകാർ പറയാറുണ്ട്, നഖം അഭിനയിച്ചു, കണ്ണിൻ്റെ പീലി അഭിനയിച്ചു, തലയുടെ മുടി അഭിനയിച്ചു എന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷേ മനസ്സിൽ തൊട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്ന് ഇതിലൂടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ കാതൽ എന്ന സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. പിന്നെ മമ്മൂട്ടിയെയോ ഈ വീഡിയോ ചെയ്യുന്ന എന്നെയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിലിട്ട് വിളിക്കാം. കാരണം ഞാനിത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ പബ്ലിക്കിൻ്റെ അഭിപ്രായത്തിന് ഞാൻ വിമർശിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ മാന്യമായിട്ടുള്ള ഭാഷയിൽ വേണം അത് വിമർശിക്കാൻ. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.